2023 അവസാനത്തെ മാസമാണ്. നമ്മൾ ഈ വർഷം ഒരു 12 ആപ്പ് സീരീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 12 ആപ്പ് സീരീസ് ഇട്ടതിൽ, അതായത് 12 മാസമായിട്ട് 12 ആപ്പ് സീരീസ് ഇട്ടതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടും ഫേവറേറ്റ് ആയിട്ടും തോന്നിയ ആപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഒന്നാമത്തത് മിൽക്കി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ മൊത്തത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അതായത് നിങ്ങൾ ലൈഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണോ, നിങ്ങൾ സൈഡേഴ്സിൽ വർക്ക് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണോ, എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഓരോ കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണിക്കും. ആ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡേറ്റ മൊത്തം ഈ ഒരു ആപ്പ് മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിക്കും. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 നിങ്ങൾ ഉഴപ്പി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ 2024 കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ആപ്പിലേക്ക് പോകാം. സ്പീഡിഫൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ്, അതായത് മൊബൈൽ ഇൻ്റർനെറ്റും നിങ്ങളുടെ വൈഫൈയും നിങ്ങളുടെ സെക്കൻഡ് സിമ്മിൻ്റെ ഇൻ്റർനെറ്റും കൂടി മൊത്തത്തിൽ ക്ലബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം കുറച്ച് പെർമിഷൻസും കാര്യങ്ങളും ഉണ്ട്. ഈ പെർമിഷൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക. ആൻഡ് ആക്ച്വലി ഈ ഒരു ആപ്പ് പെയ്ഡാണ്. കുറച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1300 രൂപ നിങ്ങൾ മന്ത്ലി കൊടുക്കണം. 1300 രൂപ നിങ്ങൾ കൊടുത്താലും വെർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ജസ്റ്റ് സ്പീഡിഫൈ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു എനേബിൾ ബട്ടൺ കാണാൻ പറ്റും മേളിലായിട്ട്. ആ എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈഫൈയും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റും എല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കണക്ട് ചെയ്തതിന് ശേഷം എത്രത്തോളം സ്പീഡ് ബൂസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്പ് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാകും. സ്ലീപ്പ് വേവ് എന്നൊരു ആപ്പുണ്ട്. നിങ്ങൾ കൂർക്കം വലിക്കുന്നവരാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ ഇടയ്ക്കൊക്കെ എണീക്കാറുണ്ട്. ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഉറക്കം കിട്ടാൻ പാട്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ. അവർക്ക് പറ്റിയ ആപ്പാണ്. ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബെഡിൻ്റെ തൊട്ടടുത്തായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിൻ്റെ തൊട്ടടുത്തുള്ള ഇതിൽ ടേബിളിലോ ഒക്കെ വെച്ചിരിക്കുക. ഇത് ആക്ച്വലി ഈ ഫോണ് നിങ്ങളുടെ കൂർക്കം വലിയും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെ ഇടയ്ക്ക് എണീക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ട്രാക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ലീപ്പ് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ബേസിക്കലി ഒരു അലാമാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് കാമായിട്ടുള്ള മ്യൂസിക് കേൾപ്പിച്ചാണ് നിങ്ങൾ ഉറക്കുന്നത്. ഉറങ്ങിയെന്നൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ മൊത്തത്തിൽ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് രാവിലെ നിങ്ങൾക്ക് വേറൊരു കാമായിട്ടുള്ള അലാം കേട്ട് നിങ്ങളെ എണീപ്പിക്കുകയും ചെയ്യും. ഇതിനകത്തുള്ള ഗുഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 മണിക്ക് കിടന്നു, എന്നിട്ട് 12 മണിക്ക് നിങ്ങൾ എണീറ്റതിന് ശേഷം ഒരു 3 മണിക്കാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടാനായിട്ട് ഈ ഒരു ആപ്പ് സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ചിലപ്പോൾ രാവിലെ 7 മണിക്ക് നിങ്ങൾ യൂഷ്വലി എണീക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ 12 മണി മുതൽ 3 മണി വരെ ഉറങ്ങാതെ കിടന്നല്ലോ. അപ്പോൾ ഉറക്കക്ഷീണം കാണുമല്ലോ. ആ ക്ഷീണം മാറ്റാനായിട്ട് നിങ്ങളൊരു 9 മണിക്കായിരിക്കും എണീപ്പിക്കുന്നത്. രാവിലെ എണീറ്റ് വർക്കൊക്കെ പോകാനായിട്ടുള്ളവർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. ബട്ട് ഏറ്റവും ബെസ്റ്റ് സ്ലീപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആപ്പ് ഒരു വാൾപേപ്പർ ആപ്പാണ് ക്രിസ്പർ ആണ് 2023 എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കഴിഞ്ഞയും അതിൻ്റെ തൊട്ട് മുന്നുള്ള ആപ്പ് സീരീസുകളിലെല്ലാം വേറെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഈ ആപ്പിൻ്റെയൊക്കെ പ്രശ്നം കളക്ഷൻസ് അവർ അപ്ഡേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ക്രിസ്പറിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാൾപേപ്പർ കളക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഫോൺ ഭയങ്കര ബോറിംഗ് ആണ്, നിങ്ങൾക്ക് നല്ല വാൾപേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഫോണൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്നവർക്ക് ക്രിസ്പർ കുറച്ച് നല്ലതായിരിക്കും. എല്ലാം യൂണീക്ക് ആയിട്ടുള്ള ഫോട്ടോസാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോ വേർഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാൾപേപ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതും ചേഞ്ച് ചെയ്യുന്ന സെറ്റപ്പ് എല്ലാം ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ആപ്പ് ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ആഡ് ഫ്രീ ആണ്, ഭയങ്കര രസമാണ് ഉപയോഗിക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആപ്പ് പെർമിഷൻ പൈലറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് പല സാധനങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ആപ്പ് അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടുന്നതും മേ ബി നമ്മുടെ സർക്കാരിൻ്റെ ആപ്പ്, നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തുള്ള ആപ്പ്, അങ്ങനെ ചവർ ആപ്പുകളെല്ലാം കാണും. പെർമിഷൻ പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ആപ്പ് നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള മറ്റ് പല ആപ്ലിക്കേഷൻസും എന്തൊക്കെ പെർമിഷൻസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരും. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്പും അതിനകത്ത് ലിസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗെയിം കളിക്കാനായിട്ട് എന്തൊക്കെ പെർമിഷൻസ് ആണ് ഈ ഒരു ഗെയിം എടുക്കുന്നതെന്നുള്ളത് അതിനകത്ത് കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് മാത്രം, സ്റ്റോറേജ് മാത്രമാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് മാത്രം. ഇനി ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ എടുക്കും, മൈക്ക് എടുക്കും, ലൊക്കേഷൻ എടുക്കും, കോൺടാക്ട്സ് എടുക്കും, സ്റ്റോറേജ് എടുക്കും, ബ്ലൂടൂത്ത് എടുക്കും, ഇൻ്റർനെറ്റ് എടുക്കും, എല്ലാം കാണും. ഒരു കോളിംഗ് അല്ലെങ്കിൽ ഒരു ഡയലർ ആപ്പ് ഒരിക്കലും നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? അങ്ങനെയൊക്കെ സസ്പീഷ്യസ് ആയിട്ട് വല്ലതൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ചുകൂടി സേഫ് ആയിരിക്കാൻ പറ്റും. സിമ്പിൾ. അപ്പോൾ ഇത്രയാണ് 2023 ബെസ്റ്റ് ആപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് ആപ്പുകൾ എനിക്ക് എടുത്തിട്ട് നിറച്ച് വയ്ക്കാമായിരുന്നു. ബട്ട് എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് മാത്രമേ ഞാനത് എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം യൂസ് ചെയ്യപ്പോൾ, അതായത് ഒരാഴ്ച 2 ആഴ്ച വർക്ക് ചെയ്യുന്നതിലല്ല കാര്യം, ഒരുപാട് നാൾ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നത്
ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അങ്ങനെയുള്ളതും ഞാൻ സ്ഥിരമായിട്ട് പേഴ്സണലി യൂസ് ചെയ്യുന്ന ആപ്പുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ന്യൂ ഇയർ അല്ലെങ്കിൽ പുതിയൊരു വർഷം വരാൻ പോവാണ് 2024. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നികത്താം. ആൻഡ് പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ ഓപ്പർച്യൂണിറ്റിയിലും നിങ്ങൾ പുതിയൊരു മനുഷ്യനാവാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ലവ് യു.